ഗോവിന്ദച്ചാമിയെ വൈദ്യപരിശോധനകൾക്കായി കൊണ്ടുപോവുകയാണ്. സാനിയോ മനോമിയിലേക്ക് പോകുന്നു. സാനിയോ, ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അതായത് വിശദമായ തെളിവെടുപ്പ് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് ജയിലിൽ പോയി വിശദമായ തെളിവെടുപ്പ് നടത്തണമെന്നാണ് പോലീസ് പറയുന്നത്. അതായത് എന്ന് മുതൽ എങ്ങനെയാണ് ഈ കമ്പി മുറിച്ചത്, അല്ലെങ്കിൽ ജയിലിന്റെ അഴികൾ മുറിച്ചത് തുടങ്ങിയ അടക്കം എന്ന് മുതലാണ് ഈ പ്ലാനിങ് തുടങ്ങിയത്, എവിടെ നിന്നാണ് വസ്ത്രങ്ങൾ കിട്ടിയത്, ഇതെങ്ങനെ കൂട്ടിക്കെട്ടി ഒരു കയറാക്കി മാറ്റി തുടങ്ങി എല്ലാ കാര്യങ്ങളും പോലീസിന് വളരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, മൊഴിയെടുക്കേണ്ടതുണ്ട്, തെളിവെടുക്കേണ്ടതുണ്ട്. ഇതിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഏതായാലും അല്പസമയം മുൻപ് വൈദ്യപരിശോധന അടക്കം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. ശേഷം ഇപ്പോൾ പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരും എത്തുകയും ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. സെൻട്രൽ ജയിലിൽ എങ്ങനെയാണ് ഗോവിന്ദച്ചാമി ഇത് ആസൂത്രണം ചെയ്തത് എന്നാണ് ഇപ്പോൾ പോലീസിന് അറിയേണ്ടത്. അക്കാര്യങ്ങൾ തന്നെയാണ് പോലീസ് ചോദിച്ചറിയുകയും ചെയ്യുക. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ വിഷയം ഇയാൾ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു ഇതിനു വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിരുന്നു എന്നാണ് പോലീസ് അടക്കം പറയുന്നത്. കാരണം കോവിഡിന് ശേഷം ഇയാൾക്ക് പുറത്തിറങ്ങണമെന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ അന്വേഷിക്കേണ്ടി വരും പോലീസിനെ എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇയാളെ ജയിലിലേക്ക്, സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. അല്പസമയത്തിനകം സെൻട്രൽ ജയിലിന് ഇവിടെ നിന്ന് അത്രയേ ഉള്ളൂ. അല്പസമയത്തിനകം അവിടെ എത്തും. അവിടെ എത്തിയതിനു ശേഷം വളരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ചെയ്യുക. ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. വലിയ പോലീസ് സന്നാഹം തന്നെ ഗോവിന്ദച്ചാമിക്കൊപ്പമുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദച്ചാമി മണിക്കൂറുകൾക്ക് ശേഷം പിന്നീട് പിടിയിലാവുകയായിരുന്നു. കണ്ണൂർ തളാപ്പിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിട വളപ്പിൽ നിന്നാണ് ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്ക് ശേഷം പിടികൂടുന്നത്. സാനിയോ, സെൻട്രൽ ജയിലിലേക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരികയാണോ? കൊണ്ടുപോവുക എന്ന് പോലീസ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് അല്പസമയം മുൻപ് ഉദ്യോഗസ്ഥൻ ശ്രീ തുകോടേരിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം അല്പസമയം മുൻപ് പറഞ്ഞത് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം അവിടെ നിന്ന് കൃത്യമായ തെളിവെടുപ്പടക്കം നടത്തേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ വൻ സുരക്ഷയിലാണ് ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. കാരണം പിടികൂടാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ നാട്ടുകാർ ഇയാളെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നാട്ടുകാർ ഇയാളെ കയ്യിൽ കിട്ടിയാൽ കൈകാര്യം ചെയ്യുമെന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വളരെ വലിയ സുരക്ഷ ഒരുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പോലീസ് വാനിലാണ് അയാളിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലത്തെത്തും. അതായത് സെൻട്രൽ ജയിലിൽ പോലീസ് എത്തും. QRT കമാൻഡോസ് അടക്കമുള്ള ആളുകൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. കാരണം അതീവ സുരക്ഷ ആവശ്യമായതിനാൽ ഏതായാലും അല്പസമയത്തിനകം സെൻട്രൽ ജയിലിൽ എത്തുകയും അവിടെ നിന്ന് വിശദമായ തെളിവെടുപ്പ്, അതായത് ഒരു ചെറിയ തെളിവെടുപ്പിനുള്ള സാധ്യത അല്ല എന്നുള്ളതാണ്. കാരണം വിശദമായ തെളിവെടുപ്പ് തന്നെ പോലീസിന് എടുക്കേണ്ടതുണ്ട്. കാരണം ഇയാൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഓപ്പറേഷനാണ്. അതുകൊണ്ട് അതിൻ്റെ ഓരോ വിശദ വിവരങ്ങളും പോലീസിനെ ചോദിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ തുണി കിട്ടിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. ഇത്രയും തുണികൾ എങ്ങനെ ഒരുമിച്ച് കിട്ടുന്നു, മാത്രവുമല്ല ഉപ്പിട്ടാണ് ഈ കമ്പികൾ ദ്രവിപ്പിച്ചത് എന്ന് പറയുന്നു. അതൊക്കെ എങ്ങനെ സാധിച്ചു എന്നുള്ളത് പോലീസിന് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. കൂടാതെ ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത്, ഇയാൾക്ക് ഇവിടെ CCTV ഇല്ല എന്നതടക്കമുള്ള, അല്ലെങ്കിൽ ഫെൻസിങ്ങിൽ വൈദ്യുതി ഇല്ല എന്നതടക്കമുള്ള വിവരങ്ങൾ ആരാണ് നൽകിയത് എന്നതടക്കം കൂടുതൽ വിവരങ്ങളെല്ലാം പോലീസിന് കിട്ടേണ്ടതുണ്ട്. ആ കാര്യങ്ങളടക്കം ചോദിച്ച് അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ സുരക്ഷാ സന്നാഹത്തോടുകൂടി ഗോവിന്ദച്ചാമിയെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതായാലും ഇപ്പോൾ ജയിൽ ചാടി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ കഴിയുകയും മണിക്കൂറുകൾക്കുള്ളിൽ തെളിവെടുപ്പ് നടത്താൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുശേഷം, അതായത് തെളിവെടുപ്പ് നടത്തിയതിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ്
ശ്രീജിത്ത് കോടേരി, അന്വേഷണ ഉദ്യോഗസ്ഥനും കൂടിയായ ശ്രീജിത്ത് കോടേരി ഇപ്പോൾ പറയുന്നത്. അതായത് 24 മണിക്കൂറിനകം മാത്രം ജയിലിൽ ഹാജരാക്കിയാൽ മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പരമാവധി തെളിവെടുപ്പ് നടത്തിയതിന് ശേഷമായിരിക്കും ഈ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ സെൻട്രൽ ജയിലിലേക്ക്, അതായത് എങ്ങനെ ഇത് ആസൂത്രണം ചെയ്തു എന്നറിയാൻ സെൻട്രൽ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഗോവിന്ദച്ചാമിയെയും കൊണ്ട്. രോഷ്നി, സാനിയോ, ഈ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തിയപ്പോൾ തന്നെ ഗോവിന്ദച്ചാമി പലതും ഏറ്റുപറയുകയും പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്ന മണിക്കൂറുകളാണ്. അതിലെല്ലാം കൃത്യമായ വ്യക്തത അന്വേഷണ സംഘത്തിന് വരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇതിനാരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഈ മണിക്കൂറിൽ വലിയ രീതിയിൽ ഉയരുമ്പോൾ അതിന് കൃത്യമായ ഒരു വ്യക്തത വരുത്താനുള്ള വിശദമായ തെളിവെടുപ്പും വിശദമായ ചോദ്യം ചെയ്യലും അതിനായിരിക്കുമല്ലോ അല്ലെ ഇനിയുള്ള എല്ലാ ശ്രദ്ധയും അന്വേഷണ സംഘം നൽകുക. അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക. കാരണം ഈ ഗോവിന്ദച്ചാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ പോലീസിന് വിശ്വസനീയമല്ല. കാരണം ഇത്രയും വലിയ മതിൽ ചാടുക, മാത്രമല്ല ഇത്രയും സുരക്ഷാ സന്നാഹം, 3 മതിലുകളടക്കമുള്ള സുരക്ഷാ സന്നാഹം ചാടിക്കടക്കുക, അത് സഹതടവുകാരൻ അറിഞ്ഞില്ല എന്ന് പറയുക, ഈ CCTV അടക്കം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഉറപ്പ് ഇയാൾക്കുണ്ടാവുക, ഫെൻസിങ്ങിൽ കറണ്ടില്ല എന്നുള്ള ഉറപ്പുണ്ടാവുക, ഇതൊക്കെയും പുറമെ നിന്നോ അകത്തു നിന്നോ ഉള്ള സഹായം ലഭിച്ചു എന്നുള്ളതിന് തെളിവുകൾ തന്നെയാണെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിൽ യാതൊരു സംശയവും പോലീസിനില്ല എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിൽ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നൊക്കെ ഇയാൾ പറയുമ്പോഴും അത് വിശ്വസിക്കാൻ പോലീസും തയ്യാറല്ല. കാരണം സാഹചര്യ തെളിവുകളൊക്കെയും ഇപ്പോൾ അതിനെതിരാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ തുണികളടക്കം, അതായത് ഒരു ജയിൽ പുള്ളിക്ക് കയ്യിലുണ്ടാകാവുന്നതിനും കൂടുതൽ തുണികളടക്കം എവിടെ നിന്ന് കിട്ടി എന്നടക്കം, അത് കിട്ടിയത് ഈ ജയിലിൽ നിന്ന് പോകുന്നവരുടെ തുണികളാണ് എന്ന് പറയുമ്പോഴും ആ തുണികൾ എങ്ങനെ കിട്ടുന്നു, അല്ലെങ്കിൽ കാണാതായ തുണികളെക്കുറിച്ച് അന്വേഷണമൊന്നും നടക്കുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അവിടെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമി പ്രാഥമികമായി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതായത് പ്രാഥമിക മൊഴിയിൽ ആരും സഹായിച്ചില്ല എന്നുള്ളതടക്കം പോലീസിന് വിശ്വസിക്കാൻ പോലും കഴിയാത്തത്രയും, അതായത് ഉപ്പ് കൊണ്ട് ദ്രവിപ്പിച്ചാണ് ഈ സാധനം, അതായത് ഈ കമ്പി മുറിച്ചത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ കമ്പി അതിനുശേഷം നൂല് കൊണ്ട് കെട്ടിയിട്ടു എന്ന് പറയുന്നു. ഇതൊന്നും പോലീസിന് ഒരിക്കലും വിശ്വസിക്കാവുന്നതിനും അപ്പുറത്താണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കാര്യങ്ങളൊക്കെയും വളരെ വിശദമായി ചോദിച്ചറിയാൻ വേണ്ടി ഗോവിന്ദച്ചാമിയെയും കൊണ്ട് ഇപ്പോൾ സെൻട്രൽ ജയിലിലേക്ക് തന്നെ പോകുന്നത്. സെൻട്രൽ ജയിലിലെത്തിയാൽ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ തെളിവെടുക്കൽ വളരെ എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. വിശദമായ തെളിവെടുപ്പ് വേണം. നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് കോവിഡിന് ശേഷം തന്നെ ഇയാൾക്ക് ജയിലിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രയും കാലം ഇയാൾ ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നടന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത് വലിയൊരു പ്ലാനിങ് തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. കൂടാതെ അതിനൊക്കെ അപ്പുറത്ത് ഈ 2-3 മാസം കൊണ്ട് വളരെ കാര്യക്ഷമമായി, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കുറച്ച് അത്തരത്തിൽ വളരെ കാര്യക്ഷമമായി ഇയാൾ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആരെങ്കിലും സഹായം കിട്ടിയോ, ജയിലിൻ്റെ പുറത്ത് ആരുടെയെങ്കിലും സഹായം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വളരെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. കൂടാതെ എങ്ങനെയാണ് ഈ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്ന പോലെ എങ്ങനെയാണ് ചാടിക്കടന്നത്, ഈ പാത്രങ്ങളും ടിന്നുകളും ഒക്കെ മേൽക്കുമേൽ വെച്ചാണ് ചാടിയത് എന്നൊക്കെ ഇയാൾ പോലീസിന് മൊഴി കൊടുക്കുമ്പോഴും അതൊക്കെയും സാധ്യമാണോ എന്ന് അന്വേഷിക്കുക, അതൊക്കെയും സാധ്യമാണോ എന്ന് ശാസ്ത്രീയമായി പരിശോധിക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക. ഏതായാലും കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ട് മുൻപുള്ള പരിശോധന അല്ലെങ്കിൽ മൊഴിയെടുപ്പ് അല്ലെങ്കിൽ തെളിവെടുപ്പാണ് പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അല്പസമയത്തിനകം തന്നെ നല്ല ബ്ലോക്കാണ് ഈ തളാപ്പ് ഭാഗത്ത്, പള്ളിക്കുന്ന് ഭാഗത്തൊക്കെ നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സാവകാശമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കാനാവുന്നത്.